നമ്മുടെ നാട്ടിൽ അങ്ങനെ മഴക്കാലവും കഴിഞ്ഞു, മഞ്ഞുകാലവും കഴിഞ്ഞു, വേനൽക്കാലം വരാൻ പോവുകയാണ്. നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും ചൂട് കൂടിയ വേനൽക്കാലമായിരിക്കും അതെന്നാണ് കരുതപ്പെടുന്നത്. മഞ്ഞുകാലത്ത് പോലും ചൂട് അസഹനീയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല ആളുകളും ഒരു AC വാങ്ങിയാൽ കൊള്ളാമെന്ന് ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാരണം കൂടിയുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബർ വരെയും 28% നമ്മളൊരു AC വാങ്ങിയാൽ കൊടുക്കേണ്ടിയിരുന്ന GST. അതിപ്പോൾ ഒരു 18% കുറച്ചിരിക്കുന്നതുകൊണ്ടും പല ആളുകൾക്കും AC വാങ്ങാൻ നല്ല താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ 2026 ഏറ്റവും മികച്ച ACകളിൽ ഒന്നാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. സാധാരണ നമ്മൾ ബെഡ്റൂമുകളിൽ വെക്കാനായിട്ട് ഒരു AC നോക്കുമ്പോൾ അതിൻ്റെ ഭംഗിക്ക് അധികം പ്രാധാന്യം നൽകാറില്ല. പക്ഷേ ലിവിങ് ഏരിയ ആകുമ്പോഴോ അതിനാകുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുള്ളത് നല്ലതായിരിക്കും അല്ലേ? എന്നാൽ അത്തരത്തിൽ നല്ല ഭംഗിയുള്ളതും കുറച്ച് പവർഫുൾ ആയതുമായിട്ടുള്ള ഒരു AC കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഹയറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ, അതായത് ഗ്രാവിറ്റി സീരീസിലുള്ള ഈ ഒരു AC ആണ്. ഇന്ത്യാസ് ഓൺലി AI ക്ലൈമറ്റ് കൺട്രോൾ എയർ കണ്ടീഷണർ വിത്ത് ഫാബ്രിക് ഫിനിഷ്. അതാണ് ഹയറിൻ്റെ ഗ്രാവിറ്റി സീരീസ് ACകൾ. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഫാബ്രിക് ഫിനിഷിൽ വരുന്ന AI നിയന്ത്രിത AC ആണിത്. AC എന്ന് പറയുമ്പോൾ വെളുത്ത നിറമാണ് നമുക്ക് ഓർമ്മ വരിക. എന്നാൽ കണ്ടുമടുത്ത ആ വെളുത്ത ACകളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ ഡിസൈനും ഈ ഒരു നിറവും തന്നെയാണ്. മോഡേൺ വീടുകളുടെ ഇൻറ്റീരിയറിന് ഇണങ്ങുന്ന രീതിയിൽ പ്രീമിയം ലുക്കിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ മുൻവശത്ത് ഒരു ഫാബ്രിക് ടെക്സ്ചർ, അതായത് തുണിയുടെ പോലെയുള്ള ഫിനിഷ് നൽകിയിട്ടുണ്ട്. 5 വ്യത്യസ്ത നിറങ്ങളിൽ നമുക്കിത് ലഭ്യമാണ്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ടെമ്പറേച്ചറും വൈഫൈ സ്റ്റാറ്റസും കാണിക്കാനുള്ളൊരു ഡിസ്പ്ലേ ഉണ്ട്. ഇത് 1.6 ടണ്ണിൻ്റെ 5 സ്റ്റാർ റേറ്റഡ് ആയിട്ടുള്ള ഒരു AC ആണ്. ഇനി നമുക്ക് ഇതിലെ പ്രധാന ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സൂപ്പർ സോണിക് കൂളിംഗ്, അതായത് ഓണാക്കി 10 സെക്കൻഡിനുള്ളിൽ കൂളിംഗ് തുടങ്ങുന്നു. മറ്റൊരു അടിപൊളി ഫീച്ചറാണ് AI ക്ലൈമറ്റ് കൺട്രോൾ, അതായത് റൂമിലെ ടെമ്പറേച്ചറും നമ്മൾ ഉപയോഗിക്കുന്ന രീതികളും അടിസ്ഥാനമാക്കിയിട്ട് അത് തനിയെ സെറ്റിങ്സ് മാറ്റുന്നു. പിന്നെ വൈഫൈ ആൻഡ് സ്മാർട്ട് കൺട്രോൾ ഉണ്ട്. നമുക്ക് ഹയറിൻ്റെ സ്മാർട്ട് ആപ്പിലൂടെ ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നിയന്ത്രിക്കാനാവും. അത് മാത്രമല്ല വോയിസ് കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് അലക്സയോ ഗൂഗിൾ അസിസ്റ്റൻ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ടും നമുക്കിത് നിയന്ത്രിക്കാനാവും. ഇനി മറ്റൊന്ന്, ഇതൊരു 7-in-1 കൺവെർട്ടബിൾ AC ആണ്. അതായത് ഈ ഒരു ACയുടെ കപ്പാസിറ്റി നമുക്ക് 40% മുതൽ 110% വരെയുള്ള മോഡുകളിൽ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതൊരു ചെറിയ റൂമിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ 2 പേരൊക്കെ ആ ഒരു റൂമിലുള്ളൂ എങ്കിൽ ആ ഒരു കപ്പാസിറ്റി കുറച്ചിട്ട് ഉപയോഗിക്കാം. വൈദ്യുതിയുടെ ഉപയോഗം വളരെ കുറവായിരിക്കും. ഇനി ആളുകൾ കൂടുതലുള്ള ഒരു ഹാളിലാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് 110% വെക്കാം. പെട്ടെന്ന് കൂളാവും. ആളുകൾ അത്രയും പേർക്ക് നല്ല രീതിയിൽ തണുപ്പ് കിട്ടും. കണ്ടോ, L1, L2, L3 ഇങ്ങനെ നമുക്ക് പല മോഡുകൾ ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് ആ ഒരു കപ്പാസിറ്റി കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ ഒരു AC വെച്ചിരിക്കുന്നത് 200 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഒരു ഹാളിലാണ്. അപ്പോൾ ഈ ഒരു ഹാളിൻ്റെ എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ തണുപ്പെത്തുന്നുണ്ട്. നമുക്ക് ടർബോ മോഡിലാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ 20 മീറ്റർ ദൂരത്തേക്ക് നല്ല രീതിയിൽ തന്നെ എയർ ത്രോ ലഭിക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, ഇതിൽ 4-way സ്വിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂമിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ തന്നെ തണുപ്പെത്തുന്നു. പിന്നെ AC ആകുമ്പോൾ മെയിൻ്റനൻസും ക്ലീനിങ് ഒക്കെ വേണം അല്ലേ? എന്നാൽ ഇവിടെ ആ ഒരു ടെൻഷൻ വേണ്ട. കാരണം ഇതിൽ ഫ്രോസ്റ്റ് സെൽഫ് ക്ലീൻ എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 21 മിനിറ്റ് കൊണ്ട് ഈ ACക്കുള്ളിലുള്ള പൊടിയൊക്കെ ഇത് തന്നെ സ്വയം കളഞ്ഞ് ക്ലീൻ ആയിക്കോളും. പിന്നെ ബാക്ടീരിയൽ ഫിൽറ്ററും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് ഓൺ ആക്കിയിട്ടേക്കാണ്, ക്വയറ്റ് മോഡിലാണ്. അതുകൊണ്ട് തന്നെ ശബ്ദം വളരെ കുറവാണ്. ഇനി നമുക്ക് ടർബോ മോഡിൽ ഇട്ട് നോക്കാം. കണ്ടോ, ഒരു ചെറിയ ശബ്ദം കൂടുതലുണ്ട്, അത്രേ വ്യത്യാസമുള്ളൂ. ഇതാണ് ഇതിൻ്റെ റിമോട്ട്. ഈ കാണുന്ന ബട്ടണാണ് ടർബോ മോഡും ക്വയറ്റ് മോഡും ആക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് കൂളാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ അവിടെ സെൽഫ് ക്ലീനിങ്, നേരത്തെ സൂചിപ്പിച്ച സ്വയം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന ബട്ടൺ. ഈ എക്കോ എന്നുള്ളത് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ മോഡുകൾ, അതായത് കൺവെർട്ടബിൾ മോഡുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ബാക്കിയുള്ള ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ബട്ടണുകളാണ്. പിന്നെ ഇവിടെ നമുക്ക് ചൈൽഡ് ലോക്ക് സംവിധാനവുമുണ്ട്. ഇതാണ് ഹയറിൻ്റെ സ്മാർട്ട് ആപ്പ്. നമുക്ക് ഇതിൽ നമ്മുടെ ആ ഒരു ഡിവൈസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ AI ക്ലൈമറ്റ് കൺട്രോളൊക്കെ എനേബിൾ ചെയ്യണോ ഡിസേബിൾ ചെയ്യണോ എന്ന് ഇവിടെ നമുക്ക് തീരുമാനിക്കാം. പിന്നെ അതുപോലെ സെൽഫ് ക്ലീനിന് റിമൈൻഡ് ചെയ്യണോ അതും നമുക്കിവിടെ എനേബിൾ ഡിസേബിൾ ചെയ്യാം. ഇതിൻ്റെ മൊബൈൽ ആപ്പിൽ നമുക്കിതിൻ്റെ ഇലക്ട്രിസിറ്റി ഉപയോഗം കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഇലക്ട്രിസിറ്റി സ്റ്റാറ്റസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീക്ക്ലി, മന്ത്ലി അല്ലെങ്കിൽ ഡെയിലി ഒക്കെ ആയിട്ട് അത് എത്രയാണ് ഇത് വൈദ്യുതി ഉപയോഗിച്ചത് എന്ന് ഇവിടെ കൃത്യമായിട്ട് അപ്പം അറിയാൻ സാധിക്കും. കണ്ടോ, അപ്പോൾ അതോരോ ഡേറ്റ് അനുസരിച്ചിട്ടൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അതുപോലെ നമുക്ക് എനർജി കൺസംഷനൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യാനും ഇതിൽ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് കൺവെർട്ടബിൾ മോഡുകൾ ഇവിടെ എക്കോ എന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ L1, L2, L3 എന്നൊക്കെ കാണാം കേട്ടോ. ഫിൽറ്ററിൻ്റെ കണ്ടീഷനൊക്കെ നമുക്ക് ഇതുപോലെ ആപ്പിലൂടെ തന്നെ അറിയാം. എത്ര മണിക്കൂർ കഴിയുമ്പോൾ ക്ലീൻ ചെയ്യണം എന്നൊക്കെ ഇവിടെ കാണിക്കും.
ഇപ്പോൾ നിങ്ങളൊരു പ്രവാസിയാണ്, നിങ്ങളുടെ വീട്ടിൽ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സെൽഫ് ക്ലീനിങ് ഒക്കെ നിങ്ങൾക്ക് മൊബൈൽ ആപ്പിലൂടെ തന്നെ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ വില ഏകദേശം ഒരു 46,000 രൂപയ്ക്ക് അടുത്താണ് ഇതിന് വില വരുന്നത്. അപ്പോൾ ഒരു പ്രീമിയം ലുക്കും മികച്ച കൂളിങ്ങും ലേറ്റസ്റ്റ് AI ഫീച്ചേഴ്സും ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നൊരു മോഡലാണ് ഹയറിൻ്റെ ഗ്രാവിറ്റി സീരീസ് AC-കൾ. ഇന്ത്യയിലെ ഒരേ ഒരു AI ക്ലൈമറ്റ് കൺട്രോളുള്ള, അതായത് ഫാബ്രിക് ഫിനിഷുള്ള എയർ കണ്ടീഷണറാണ് നമ്മുടെ ഹയറിൻ്റെ ഗ്രാവിറ്റി സീരീസ് AC-കൾ. അപ്പോൾ ഈ ഒരു AC-യെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു അറിവുമായി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.